എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമുക്കിത് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാമേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്മൃതിവൻ സ്മാരകം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? സ്മൃതിവൻ സ്മാരകം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഓപ്ഷൻ എ ലാത്തൂർ, ഓപ്ഷൻ ബി ഭുജ്, ഓപ്ഷൻ സി ചമ്പാരൻ, ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. ആൻസർ ഓപ്ഷൻ ബി ഭുജ്. സ്മൃതിവൻ സ്മാരകം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഭുജിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീ ഫാൾ മൈ എക്സ്പീരിമെന്റ്സ് വിത്ത് ലിവിംഗ് ആരുടെ പുസ്തകമാണ്? ഫ്രീ ഫാൾ മൈ എക്സ്പീരിമെന്റ്സ് വിത്ത് ലിവിംഗ് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ എ ശശി തരൂർ, ഓപ്ഷൻ ബി റസ്കിൻ ബോണ്ട്, ഓപ്ഷൻ ബി നമ്പിനാരായൺ, ഓപ്ഷൻ ഡി മല്ലിക സാരാഭായ്. ആൻസർ മല്ലിക സാരാഭായ്. ഫ്രീ ഫാൾ മൈ എക്സ്പീരിമെന്റ്സ് വിത്ത് ലിവിംഗ് ആരുടെ പുസ്തകമാണെന്ന് വെച്ചാൽ മല്ലിക സാരാഭായിയുടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായമടക്കം നൽകുന്ന പദ്ധതി. കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായമടക്കം നൽകുന്ന പദ്ധതി. ഓപ്ഷൻ എ PM ബാൽ യോജന, ഓപ്ഷൻ ബി ബാൽ സമൃദ്ധി യോജന, ഓപ്ഷൻ സി PM സമൃദ്ധി ഫോർ ചിൽഡ്രൻ, ഓപ്ഷൻ ഡി PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. ആൻസർ ഓപ്ഷൻ ഡി PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ രാജ്യത്തെ ആദ്യ ജീൻ ബാങ്ക് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ രാജ്യത്തെ ആദ്യ ജീൻ ബാങ്ക് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ആൻസർ ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. അപ്പൊ ജീൻ ബാങ്ക് ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ ജീൻ ബാങ്ക് ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, $100 ബില്യൺ വാർഷിക വരുമാനം രേഖപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ കമ്പനി എന്ന നേട്ടം കൈവരിച്ചത്? $100 ബില്യൺ വാർഷിക വരുമാനം രേഖപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ കമ്പനി എന്ന നേട്ടം കൈവരിച്ചത്. ഓപ്ഷൻ എ ഭാരത് പെട്രോളിയം, ഓപ്ഷൻ ബി ഇൻഫോസിസ്, ഓപ്ഷൻ സി റിലയൻസ് ഇൻഡസ്ട്രീസ്, ഓപ്ഷൻ ഡി ടാറ്റ സ്റ്റീൽ. ആൻസർ ഓപ്ഷൻ സി ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ $100 ബില്യൺ വാർഷിക വരുമാനം രേഖപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ കമ്പനി എന്ന നേട്ടം കൈവരിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ആദ്യ ചണമില്ല് 1855 റിഷ്രയിലാണ് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് 1855 റിഷ്രയിലാണ് സ്ഥാപിതമായത്. 2. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് കൊൽക്കത്ത. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് കൊൽക്കത്ത. 3. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 2 മാത്രം. ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് 1855 റിഷ്രയിലാണ് സ്ഥാപിതമായത്. ഈ പ്രസ്താവന ശരിയാണ്. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജാർഖണ്ഡിലെ ജാറിയ പ്രദേശം ഏതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാർഖണ്ഡിലെ ജാറിയ പ്രദേശം ഏതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പെട്രോളിയം, ഓപ്ഷൻ ബി സ്വർണം, ഓപ്ഷൻ സി കൽക്കരി, ഓപ്ഷൻ ഡി ചെമ്പ്. ആൻസർ ഓപ്ഷൻ സി കൽക്കരി. ജാർഖണ്ഡിലെ ജാറിയ പ്രദേശം ഏതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൽക്കരി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുദ്ര. 2. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം ഗംഗാവാരമാണ്. 3. കൃഷ്ണപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിലാണ്. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 3. ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ബാക്കി 1ഉം 3ഉം പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ്? മുദ്ര.
കൃഷ്ണപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിലാണ്. കൃഷ്ണപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുദ്ര. കൃഷ്ണപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിലാണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം ഗംഗാവാരമാണെന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത്. ഉത്തരായനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ത്രിപുര. ഉത്തരായനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. ഇപ്പോൾ ഉത്തരായനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ത്രിപുര. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ത്രിപുരയിലൂടെയൊക്കെ ഉത്തരായനരേഖ കടന്നു പോകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഓപ്ഷൻ എ ഹിമാചൽ, ഓപ്ഷൻ ബി ഹിമാദ്രി, ഓപ്ഷൻ സി സിവാലിക്, ഓപ്ഷൻ ഡി കാരക്കോറം. ആൻസർ ഓപ്ഷൻ എ ഹിമാചൽ. അപ്പൊ ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നതാണ് ഹിമാചൽ. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി മണിപ്പൂര്, ഓപ്ഷൻ ഡി മിസോറാം. ആൻസർ ഓപ്ഷൻ ബി മേഘാലയ. അപ്പൊ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയയാണ്. അപ്പൊ മേഘാലയയിലാണ് ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം. ഓപ്ഷൻ എ കൊങ്കൺ തീരം, ഓപ്ഷൻ ബി മലബാർ തീരം, ഓപ്ഷൻ സി ഗുജറാത്ത് തീരം, ഓപ്ഷൻ ഡി കൊറമാണ്ടൽ തീരം. ആൻസർ ഓപ്ഷൻ ബി മലബാർ തീരം. അപ്പം ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് മലബാർ തീരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വാർഷിക വർഷാനുപാതം. ഓപ്ഷൻ എ 300 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 150 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 200 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 125 സെന്റിമീറ്റർ. ഇന്ത്യയിലെ വാർഷിക വർഷാനുപാതം. ആൻസർ ഓപ്ഷൻ ഡി 125 സെന്റിമീറ്റർ. ഇന്ത്യയിലെ വാർഷിക വർഷാനുപാതം 125 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. 2. ബ്രഹ്മപുത്രയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ലോഹിത്. 3. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ പദ്മ എന്നറിയപ്പെടുന്നു. 4. മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിലാണ്. ഓപ്ഷൻ എ 1, 2, 3, 4, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 1, 4, ഓപ്ഷൻ ഡി 2, 4. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. അതായത് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ബ്രഹ്മപുത്രയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിലാണ്. 4ാമത്തെ പ്രസ്താവന പറയുന്നു മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിലാണ്. ആ പ്രസ്താവനയും ശരിയാണ്. തന്നിരിക്കുന്നവയിൽ 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി സ്ഥാപിതമായത് എവിടെ? ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ധാക്ക, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ബംഗാൾ. ആൻസർ ഓപ്ഷൻ ഡി ബംഗാൾ. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി സ്ഥാപിതമായത് ബംഗാളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏത്? 1. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. 2. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ മിന്റോ രണ്ടാമനായിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയി. 3. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 1, 2, ഓപ്ഷൻ ഡി 2, 3. ആൻസർ ഓപ്ഷൻ ബി 1, 3. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. 1ാമത്തെ പ്രസ്താവന പറയുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായരെന്ന്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 3. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. ഈ പ്രസ്താവനയും ശരിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും വേണം.
നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്